നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യങ്ങൾ ഒരാൾ നമ്മളെങ്ങനെ ഉപദേശിക്കുക, അത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇങ്ങനെ അഡ്വൈസ് ചെയ്യുക. അപ്പം നമ്മൾ പറയുകയാണ് നീ പറയേണ്ട ആവശ്യമില്ല, എനിക്കത് അറിയാമെന്ന് പറയാം. സോ എന്താ എനിക്കത് അറിയാമെന്നുള്ളത് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ഐ നോ ഇറ്റ്. ഓക്കെ, എനിക്കത് അറിയാം. ഇനി നമ്മൾ പാസ്റ്റ് ടെൻസിൽ പറയാം എനിക്കത് അറിയാമായിരുന്നു എന്നുള്ളത്. അതായത് ഇപ്പോൾ ഒരാൾ നമ്മളോടൊരു കാര്യം കൺവിൻസ് ചെയ്യുക, അപ്പോൾ നമുക്ക് ഓൾറെഡി ലൈക്ക് പറഞ്ഞു കഴിഞ്ഞിട്ട് ഒരാൾ എന്തെങ്കിലും തെറ്റ് ചെയ്തെന്ന് വിചാരിക്കുക, അപ്പോൾ അത് അവർ ആ ഒരു തെറ്റ് അംഗീകരിച്ചിട്ട് നമ്മളോട് പറയാം. അപ്പോൾ നമ്മൾ പറയാണ് ഇത് എനിക്ക് ഓൾറെഡി അറിയാമായിരുന്നു എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. സോ അത് പാസ്റ്റ് ടെൻസിലാണ്. സോ ഈ ഐ നോ ഇറ്റ് എന്നുള്ളത് പാസ്റ്റ് ടെൻസിൽ വരുന്ന സമയത്ത് അതായത് എനിക്കത് അറിയാമായിരുന്നു എന്ന് പറയുമ്പോൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാൻ നോക്കാം? ഐ ന്യൂ ഇറ്റ്. ഓക്കെ, നോ എന്നുള്ളതിൻ്റെ പാസ്റ്റ് ടെൻസ് എങ്ങനെയാണ് വരുന്നത്? ന്യൂ എന്നാണ് വരുന്നത്. ഓക്കെ, ഇനി ഈ ഒരു ഫോമിൽ തന്നെ നമുക്ക് വേറൊരു സെൻറ്റൻസ് നോക്കാം. ഞാൻ ചെടികൾ വളർത്തുന്നു. ഞാൻ ചെടികൾ വളർത്തുന്നു എന്ന് പറഞ്ഞാൽ ഐ ഗ്രോ പ്ലാന്റ്സ്. ഓക്കെ, ഐ ഗ്രോ പ്ലാന്റ്സ് എന്നാണ് പറയുക. നമ്മുടെ വേർബ് ഇവിടെ ഗ്രോ ആണ്. സോ ഞാൻ ചെടികൾ വളർത്തുന്നു എന്നാണെങ്കിൽ ഐ ഗ്രോ പ്ലാന്റ്സ് എന്ന് പറയാം. ഇനി ഇത് നമ്മൾ പാസ്റ്റ് ടെൻസിൽ പറയാം, അതായത് ഞാൻ ചെടികൾ വളർത്തി എന്ന് പറയാണ്. ഓക്കെ, സോ ആ ഈ ഗ്രോ എന്നുള്ളത് പാസ്റ്റ് ടെൻസിൽ വരുന്ന സമയത്ത് ആ വേർഡ് എങ്ങനെയാണ് മാറുക എന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിക്കുക, എന്നിട്ട് കോമൻറ്റ് ബോക്സിൽ കോമൻറ്റ് ചെയ്യുക. സോ എന്താണ് സെൻറ്റൻസ് എന്താണ്? ഞാൻ ചെടികൾ വളർത്തി എന്നുള്ളത് കോമൻറ്റ് ചെയ്യുക. ഓക്കെ, സോ താങ്ക് യു ഫോർ വാച്ചിങ്. നമ്മുടെ കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക and join ചെയ്യുക. Bye. English Cafe. We present you the perfect English.